സ്വാഭാവികം. അനുവദിക്കുന്ന തുകയുടെ ഒരു 60% ആ റോഡിന് വേണ്ടി ചെലവഴിച്ചാൽ മികച്ച റോഡുകളുണ്ടാവും. അവിടെ എല്ലാ 6 മാസം കൂടിയിരിക്കുമ്പോഴും ഈ ടാറ് പറ്റിപ്പിക്കൽ കലാപരിപാടി ചെയ്യേണ്ടി വരില്ല. പകരം ഇവർ ഈ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ പെരിച്ചാഴികൾ ആ കോൺട്രാക്ടറെ കുത്തുപാളയടിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. അഴിമതി തുടങ്ങുന്നത് തന്നെ അത് ടെൻഡർ വിളിക്കുമ്പോൾ തന്നെ ഇവന്മാർക്കൊക്കെയുള്ള കമ്മീഷൻ ആദ്യമേ കൊടുക്കണം. പിന്നെ അയാൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? വട്ടിപ്പലിശയ്ക്കൊക്കെ എടുത്തോ അതെങ്കിലും ലോൺ എടുത്തോ ഒക്കെ ആയിരിക്കും ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ യവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ശല്യമുണ്ട്. ഇത് എപ്പോഴായിരിക്കും ഈ തുക അനുവദിച്ച് കിട്ടുന്നത്? ആ അനുവദിക്കുമ്പോൾ ആ ബില്ല് മാറാൻ വീണ്ടും കൊടുക്കണം. ബില്ല് മാറാൻ പോകുന്നു, ആ പണം തരാതെ ബില്ല് മാറില്ല എന്ന് പറയും, കമ്മീഷൻ, വീണ്ടും കമ്മീഷൻ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? 60% പോയിട്ട് 40% പോലും അവിടെ ചിലവഴിക്കാൻ കാണില്ല. 100 രൂപ മുടക്കിയാൽ 10 രൂപ മാത്രമായിരിക്കും ആ വികസന പദ്ധതിക്ക് ഇവന്മാർ ചിലവാക്കുന്ന 90 ഈ പെരിച്ചാഴികൾ വിഴുങ്ങും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഓരോ പെരുമഴയത്തും റോഡുകൾ ഒലിച്ചു പോകുന്നത്.